We have to save our democracy. We have to save our constitution. And BJP and RSS ideology is totally different. They want to make their own constitution, the RSS agenda, the book of thoughts written by their gurus, Govalkar. They want to put that instead of our constitution. And even while coming to Kerala, as all of you know that my dad, national president of RJD, Sri Lalu Prasad Yadav ji, is not so well. He has kidney issues, he has a heart issue, but still, my dad always told me that never compromise with the fascist forces and social justice. And while coming to Kerala, he has given greetings to the LDF leaders, to the CM, and he asked me to convey his regards to the people of Kerala and salute them and tell them to vote for the LDF this time. So I came here to appeal to everyone, kindly vote for the LDF. We have been given example in many states that what in 10 years the LDF government had did for the Kerala people after central government had been ignoring. And now if you see, Narendra Modi ji is only busy in foreign. He is not interested in nation work, whether it is about unemployment, whether it is about poverty, whether it is about the price has increased of oil, diesel, whether the issue of farmers, whether it is issue of laborers, migrant. He is only busy in campaigning, election. I came from Bihar. All the machinery has been hijacked. All the constitution institution has been hijacked by Narendra Modi ji. And I sincerely request you all to think and vote. We have to save our democracy. We have to save our constitution. And BJP and RSS ideology is totally different. They want to make their own constitution, the RSS agenda, the book of thoughts written by their gurus, Govalkar. They want to put that instead of our constitution. So I'll be requesting everyone that you people have to get united and vote for our candidate, Mr. Shakir ji. And I'm very hopeful that this time he's going to win the election, and again we're going to form the government. LDF will form a government again for 5 years for the future. എൻ്റെ പിതാവ് രാഷ്ട്രീയ ജനതാദളിൻ്റെ ദേശീയ അധ്യക്ഷൻ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അദ്ദേഹത്തിന് കിഡ്നി രോഗമൊക്കെ ഇപ്പോൾ വളരെ ഉണ്ട്. എങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഉപദേശം ഫാഷിസ്റ്റ് ശക്തികളുമായി ഒരിക്കലും സന്ധി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഞാൻ പോന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഫാഷിസ്റ്റ് ശക്തികൾക്ക്, വിരുദ്ധ ശക്തികൾക്ക് വലിയ പരിസരമുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ മുഴുവൻ അഭിവാദനം ചെയ്യണം, അവരുടെ സുഖാന്വേഷണം നടത്തണം എന്നോട് ആവശ്യപ്പെടുകയുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും എൻ്റെ പിതാവിൻ്റെ പേരിലും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ എവിടെ പോയാലും സംസാരിക്കാറുണ്ട്. കേരളം രൂപീകരിച്ച ഈ വികസന മാതൃക ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരു താല്പര്യവുമില്ല. ഒരു നീതിയുള്ള വളർച്ച, തൊഴിലില്ലായ്മ പരിഹരിക്കൽ, ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ച, ആദിവാസി ജനതയുടെ ക്ഷേമം, ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ട് വിദേശത്ത് നടക്കുക എന്നുള്ളതാണ്.
അദ്ദേഹം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം സംഘപരിവാർ വളരെ ഗൂഢമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതാൻ അവർ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നീതിയും ഉള്ള നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമ്മളെല്ലാവരും വളരെ ശക്തമായി പ്രതിരോധം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. RSSൻ്റെ ഗുരുക്കന്മാർ നിർവചിച്ച പുസ്തകങ്ങളാണ് അവർക്കിന്ന് ഭരണഘടന. ആ ഭരണഘടനയിൽ ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒന്നുമില്ല. ആ ഭരണഘടന നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് വേണ്ടി 75 വർഷം മുമ്പ് നടത്തിയ ഈ ഭരണഘടന, ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തികളെ നമ്മൾ ശക്തീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വിശാലമായ രാഷ്ട്രീയ അർത്ഥത്തിലും ഒരു തെരഞ്ഞെടുപ്പിനപ്പുറം അഡ്വക്കേറ്റ് ഷക്കീറിൻ്റെ വിജയം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹത്തെ വലിയ വോട്ടിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. The BJP party, they are trying to make hatred in the society. Somehow they want to communalize the society for their benefit. I have been appealing wherever I have been going for the campaign. Okay, this is just the way the Britishers used to do, divide and rule, what BJP is trying to do nowadays. So, for country's freedom, all the religion, whether Sikh, Hindu, Muslim, Isai, everyone contributed, everyone shed their blood for this freedom of the country. And as per the constitution, everyone is equal. They have equal rights. And we will stand for that. And at the end of it, I'm very thankful to the LDF cadres, the workers, and all my brothers and sisters are sitting here. I thank you to each and everyone that you people have welcomed me so well. And we are very hopeful. Next time when I'll come after the campaigning, I'll be coming in an oath when LDF government will form the government. ഇന്ന് BJP രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നമുക്കിടയിൽ അവർ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ബ്രിട്ടീഷുകാരും ചെയ്തുകൊണ്ടിരുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനായി അവർ നമ്മുടെ ജനതകളെ സാമുദായികമായും മതപരമായും വിഭജിപ്പിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇപ്പോൾ BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നത് മനുഷ്യ അന്തസ്സും തുല്യ അവസരങ്ങളുമാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് വിവേചനമില്ലാത്ത, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വിവേചനമില്ലാത്ത, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നീതി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ചേ തീരൂ. അടുത്ത തവണ ഞാൻ കേരളത്തിൽ വരുമ്പോൾ 3ാം പിണറായി ഗവൺമെൻറ് ഭരണത്തിലേക്കാണ് വരുന്നതെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you everyone. Namaskaram. Red salute.